ഇങ്ങോട്ട് കടന്നു കേട്ടോ. മിനിജി മുന്നോട്ട് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഏറ്റവും പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമ്മുടെ പാൽ സൊസൈറ്റി തുരുത്തി റോഡ് ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം ഇതിനേക്കാട് മുന്നേ പ്രസിഡന്റ് കൂട്ടിയിട്ടുണ്ട്. ഞാനത് വീക്ഷിച്ച് അങ്ങനെ പെട്ടതുകൊണ്ടാണ്, പിന്നെ അത് കഴിയാണ്ട് വരാൻ പറ്റാത്തൊരു സ്ഥിതിയായതുകൊണ്ടാണ് ഇത് വൈകിയത്. അപ്പോൾ നമ്മുടെ അധ്യക്ഷം വഹിക്കുന്നത് ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന മഴ മാഷാണ്. മാഷെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അജിതേച്ചി അവர்களാണ്. അവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശവാസികളെ മുഴുവനും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ബാലരാമൻ മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മാന്യ പ്രസിഡന്റ്, നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ, പ്രിയ സുഹൃത്തുക്കളെ, സ്റ്റീൽ റോഡ് വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ഗതാഗത യോഗ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടേറെ അഭിപ്രായങ്ങൾ, ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ ഉള്ളേരി ഗ്രാമപഞ്ചായത്തിൽ 200-ലധികം റോഡുകൾ നമുക്ക് വിവിധ പദ്ധതികൾ മുഖേന ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നന്നായി ചെയ്യുന്ന രീതിക്ക് പരമാവധി മാക്സിമം വീതി കൂട്ടിയിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. ഏതായാലും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ നമ്മൾ അംഗീകരിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന ബാലരാമൻ മാസ്റ്റർ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചുള്ള പ്രിയപ്പെട്ട മെമ്പർ ശ്രീമതി മിനി കരിയാറത്ത് മിത്തൽ, ഏറ്റവും പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഗ്രാമപഞ്ചായത്തിന് പദ്ധതി വിഹിതമായും അതോടൊപ്പം തന്നെ CFCയും മറ്റ് NREGയിലാണ് നമുക്ക് പശ്ചാത്തല മേഖലയ്ക്ക് ചിലവഴിക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ നമുക്ക് NREGയിൽ മുമ്പത്തേതിന് വ്യത്യസ്തമായിക്കൊണ്ട് നമുക്ക് മെറ്റീരിയൽ പ്രവൃത്തിക്ക് ഫണ്ട് വെട്ടിക്കുറച്ചൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും പുനഃസ്ഥാപിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം, നമ്മൾ തൊഴിൽ ദിനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ മേഖലയിൽ ചിലവഴിക്കുന്ന തുകയുടെ 10% ഫണ്ട് മാത്രമാണ് ഈ ഭരണസമിതി കാലയളവിൽ നമുക്കിതേവരെ ചിലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 10 കോടി രൂപ ഈ തൊഴിൽ ദിനത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ 1 കോടി രൂപയാണ് നമുക്ക് മെറ്റീരിയൽ പ്രവൃത്തിക്ക് വേണ്ടി, അതായത് റോഡിന് നടപ്പാതയ്ക്കൊക്കെ തന്നെ കിട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരത്തെയൊക്കെ തന്നെ നമുക്ക് ഒരു വർഷം ഒരു റോഡ്, നിങ്ങൾക്കറിയാം, 10 കോടി ചിലവഴിക്കുമ്പോൾ 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ 19 വാർഡിലേക്ക് 5 ലക്ഷം രൂപ വെച്ച് പോകുമ്പോൾ ഒരു വർക്കൊക്കെയാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ റോഡുകളും ഒരേപോലെ നന്നാക്കി ഗതാഗത യോഗ്യമാക്കി കൊണ്ടുപോകുന്നതിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നാലും ആ പ്രയാസം ഇപ്പോൾ പരിഹരിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ റോഡും ഇനി ഏതാണ്ട് ഒരു 60 മീറ്റർ കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാവധി നമുക്ക് അത് അടുത്ത വരുന്ന സമയത്ത് തന്നെ അത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കാം. അത്തരത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഗ്രാമസഭയിലൂടെയൊക്കെ തന്നെ നിർദ്ദേശിക്കുന്ന റോഡുകളാണ് മുൻഗണനാക്രമത്തിൽ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. തീർച്ചയായും ഈ ഒരു വർക്ക് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അത് സമയബന്ധിതമായി ചെയ്യുന്നതിന് വേണ്ടി പ്രദേശത്തെ ആളുകളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് റോഡ് പണി തീർത്ത് നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. തീർച്ചയായും ഇനി വരാൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഇതേവരെ ഉണ്ടായിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പാൽ സൊസൈറ്റി തുരുത്തിയിൽ ബുക്ക് റോഡിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഓക്കെ. ഇയാളെ മാത്രം കിട്ടിയില്ലല്ലേ? സനേഷാണ്
സനേഷ ഫോട്ടോ എടുക്കാൻ എല്ലാവരും ഇപ്പോഴും നിന്നോളൂ. ഇവിടെ നിർത്തൂടെ